ദീപാവലി ആയിട്ട് നമുക്കൊരു ഹെൽത്തി സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അതും വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശർക്കരയാണ് കേട്ടോ വേണ്ടത്. ഒരു കഷ്ണം ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കാം. ഒരു കവറിലിട്ടിട്ട് കുത്തി പൊട്ടിച്ചാൽ മതി. പൊട്ടിക്കണമെന്നില്ല, നമുക്ക് ഏകദേശം അളവിന് വേണ്ടിയിട്ട് പൊട്ടിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് 1 കപ്പ് അളവിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുത്തിരുന്നാലും മതി. ഇതിന്റെ വെയിറ്റ് ഏകദേശം ഒരു 150 ഗ്രാം ഒക്കെ ഉണ്ടാകും. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത പത്തിരിപ്പൊടിയാണ്, പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് മതി, ഏതായാലും കുഴപ്പമില്ല. ഇതാ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ടങ്ങ് ഒഴിക്കാം കേട്ടോ. ഇതിപ്പം ഒരു 1/4 കപ്പോളം ഉണ്ട് ഉരുക്കിയ ശർക്കര. നമുക്ക് സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫൈനായിട്ടില്ല, എന്നാലും കഴിയുന്നത്ര നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ഏലക്ക തൊലി പൊളിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇട്ടതാണ് കേട്ടോ ടേസ്റ്റ്. ഒരു പിടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അത് നമുക്കൊന്ന് ബ്രൗൺ കളറാക്കിയെടുക്കാം. അത് നല്ല ബ്രൗൺ കളർ ആയിട്ടില്ല, ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 5-6 കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസാണ്, അതുകൂടെ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ കിസ്മിസും എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം എടുത്തൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. നെയ്യ് അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഈ നെയ്യിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് മതി, ഈ ഇത്രയും നെയ്യ് മതി നമുക്ക്. അതിലേക്ക് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കണേ. അരിപ്പൊടി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇതിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് ടൈറ്റാക്കി എടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് മതി, ഇത്രയും ടൈറ്റായാൽ മതി. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതില്ലേ, അതിട്ട് കൊടുക്കാം. ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇടുന്നില്ല, കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാത്രം മാറ്റി വെച്ച് ബാക്കി മുഴുവൻ ഇട്ട് കൊടുക്കാം. അതിലിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളിത് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണ് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പാക്കി എടുക്കുകയാണ്. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചട്ടുകം വെച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ എൻ്റെ അതിങ്ങനെ വളയുന്ന സ്പാച്ചുലയാണ്. സാധാരണ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ചട്ടുകമൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ കിട്ടും. ചൂടോടുകൂടി തന്നെ ചെയ്ത് കൊടുക്കണേ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തുമായിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കണം, അത്രയേ ഉള്ളൂ. തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ കഴിക്കാം. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ തിരുനെൽവേലി ഹൽവയൊക്കെ പോലെ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അതായത് വെറുതെ ഇങ്ങനെ കോരിയിട്ട് കഴിക്കില്ലേ, അങ്ങനെയും കഴിക്കാം. നമുക്ക് പക്ഷേ ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കുമ്പോഴല്ലേ ഇതിനൊരു ഹൽവ എന്നുള്ളൊരു ലുക്കും ഒക്കെ വരുള്ളൂ. കോക്കനട്ട് ഹൽവ എന്ന് പറയാം ഇതിന്. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ, വെറും 10 മിനിറ്റ് മതി ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ദീപാവലിയാണല്ലോ, ദീപാവലി സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ആയിക്കോട്ടെ അല്ലേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്. കഴിക്കട്ടെ. വായിലിടുമ്പോഴത്തേക്ക് അലിഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്തായാലും തേങ്ങയും ശർക്കരയൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ ടേസ്റ്റ് അപ്പം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ റോസ്റ്റഡ് നട്ട്സും തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാക്കൊത്തൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നട്ട്സ് മാത്രം ഇട്ടിരുന്നാലും മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പാക്കാതെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾസായിട്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.